ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ വളരെ വിഷമിച്ച് വീട്ടിലേക്ക് വരികയാണ്. എങ്കിലും തൻ്റെ കൂടെ തൻ്റെ അച്ഛനും രേവതിയും കൂടെ നിൽക്കും, തന്നെ വിശ്വസിക്കും എന്നൊരു ഒരു ആത്മവിശ്വാസത്തിലാണ് അവൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആ സമയത്ത് അവിടെയാണെങ്കിൽ എല്ലാവരും ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. സച്ചിയെ കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം ഒന്ന് തിരിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി വേഗം രവീന്ദ്രൻ്റെ അച്ഛൻ്റെ അരികിൽ ചെന്നിട്ട് പറയാണ്, അച്ഛ അതെ, ഇന്ന് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നിലും ഒരു ഉത്തരവാദിയല്ല, ഞാൻ ഒന്നിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ഇന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ശ്രുതി പറയാണ്, നീ അധികം വിശദീകരിക്കൊന്നും വേണ്ട, നിന്റെ എല്ലാ ലീലാവിലാസങ്ങളും നീ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വലിയൊരു സ്ക്രീനിൽ സിനിമയാക്കി ഞങ്ങൾ കണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ആ സമയത്ത് നീ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നത്, നീ പകൽ സമയത്ത് വാഹനം ഓടിക്കുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ മദ്യപിച്ച് ഞാൻ വാഹനം ഓടിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ചന്ദ്ര പറയാണ്, പിന്നെ നീ വാഹനം ഓടിക്കുക, ഇതൊക്കെ കാരണേ ഇവളാണ്, ഇവൾ ഈ വീട്ടിൽ കാലുകുത്തിയതിന് ശേഷമാണ്, നിങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ബാക്കിയുള്ളവരുടെ സ്വസ്ഥതയും സമാധാനമൊക്കെ പോയി കിട്ടി, ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ തലകുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് ബാക്കിയുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സച്ചി കുറെ സഹിക്കാൻ പറ്റാതെ ആകുമ്പോ ശ്രുതിയോട് സച്ചി പറയുന്നുണ്ട്, അല്ല നിനക്ക് ഇപ്പോഴാണോ എൻ്റെ കാര്യത്തിൽ മാത്രമേ നിനക്ക് വിഷമം തോന്നുന്നുള്ളൂ, ആട്ടുകാരുടെ മുന്നിൽ നിനക്ക് തല കുമ്പിട്ട് നടക്കേണ്ട അവസ്ഥ, അപ്പം നീ ഇവിടെ നിന്നിട്ടും 50 ലക്ഷം കട്ടുകൊണ്ട് പോയിട്ട് കല്യാണത്തിന് വരാതെ ആയപ്പോൾ അപ്പം ആ ഒരു സംഭവം ഞങ്ങൾക്ക് എത്രയും നാണക്കേടാക്കിയിട്ടാവും. അപ്പം നമ്മുടെ ശ്രുതി പറയുകയാണ്, അത് നീ ഇപ്പം അത് എടുത്തിടേണ്ട ആവശ്യമില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ, ഇതിപ്പോൾ നിന്റെ കാര്യമല്ലേ പറയണേ, പിന്നെ നീ എന്തിനാ എപ്പോഴും ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നത്, ശ്രുതിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയണം. അങ്ങനെ അച്ഛ സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല, സത്യമായിട്ട് പറഞ്ഞങ്ങനെ നിൽക്കണ സമയത്ത് അച്ഛന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ കളവ് പറയുന്നു, കുടിച്ചതും പോരാ നീ കളവ് പറയുന്നു എന്നും പറഞ്ഞിട്ട് അവൻ്റെ രവീന്ദ്രൻ സച്ചിയെ തല്ലാൻ വേണ്ടി കൈയൊഴുങ്ങുകയാണ്. അപ്പോഴേക്കും രേവതി അങ്കിൾ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ കൈ അവൻ്റെ മുഖത്ത് പതിയുന്നില്ല. അപ്പോഴേക്കും കൈ താഴ്ത്തിക്കിടുകയാണ്. തല്ലിക്കോ അച്ഛാ തല്ലിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ടില്ല. എന്നിട്ട് അവന് സച്ചി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നല്ല സ്റ്റഡി ആയിട്ട് നടന്ന് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, കണ്ടാ ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇവനൊരു മണമൊന്നുമില്ലല്ലോ, മദ്യത്തിൻ്റെ മണമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി എടുത്തേക്ക് പറയും, മണമില്ലേ, അപ്പം കുടിച്ചിട്ടില്ലേ, ഇവൻ കുടിച്ചതേ വേറൊന്നല്ല, മണമില്ലാത്ത എന്തെങ്കിലും ആയിരിക്കും, ഇല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞിട്ട് മണമില്ലാതിരിക്കാൻ എന്തെങ്കിലും കഴിച്ചു കാണും, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ സച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. രേവതിയുടെ അരികിലേക്ക് സച്ചി ചെന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ കൈ പിടിച്ചിട്ട് പറയാണ്, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുകയും, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, നീ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയ ആ ഒരു കാറിൽ ഞാനിരുന്ന് മദ്യപിച്ചിട്ട് ഞാൻ ആ കാർ ഓടിക്കുന്നു, എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ സച്ചിയുടെ കൈ പിടിക്കുകയാണ്. രേവതി അങ്ങനെ കൈ നിലത്തേക്ക് ഇടിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ആദ്യം തന്നെ രവീന്ദ്രനാണ് അകത്തേക്ക് പോകുന്നത്. അങ്ങനെ ശ്രുതി പറയുകയാണ്, അതെ നീ നിന്റെ ഏട്ടന് അന്ന് കാർ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നീ അത് സമ്മതിച്ചില്ല, നിന്റെ ആൾക്കാർക്കല്ലേ നീ അത് കാറ് കൊടുത്തത്, അപ്പോൾ ആ കമ്മീഷൻ കിട്ടിയിട്ടായിരിക്കില്ലേ നീ ഇത് കള്ളു കുടിച്ചത്, എന്തെങ്കിലും ആവട്ടെ, ഇനി മേലാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും അകത്തേക്ക് പോവുകയാണ്. അതേ സമയത്ത് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശ്രീകാന്ത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കടാ. അപ്പൊ അതിൻ്റെ ഇടയിൽ വർഷ പറയാണ്, സച്ചിയേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുമെങ്കിലും കള്ളു കുടിക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, മറ്റുള്ളവർക്കും കൂടിയില്ല അപകടം, കാറിൽ യാത്ര ചെയ്യുന്നവർക്കല്ല അപകടം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് പറയാണ്, നീ ഒരിക്കലും ഇല്ലടാ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലടാ എന്ന് സച്ചി പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ ഇനി ഇതിലൊരു കാര്യം പറയാനില്ല, കുടിക്കാതിരിക്കുന്നതൊക്കെ ഏട്ടൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞ് അവരും അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ചന്ദ്ര വീണ്ടും നമ്മുടെ സച്ചിയും രേവതിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രയും പോകുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി നമ്മുടെ രേവതി ആണെങ്കിൽ അടുക്കളയിലേക്കും പോവുകയാണ്. അടുക്കളയിലേക്ക് പുറകെയായിട്ട് സച്ചി വരുന്നുണ്ട്. സച്ചി വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല, നീ എന്നെ ഒന്ന് വിശ്വസിക്കടി എന്ന് പറയാണ്. പിന്നെ കുടിക്കാനല്ലാതെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എൻ്റെ ഒരു കസ്റ്റമർ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയതാണ്, എല്ലാവരും ഞാൻ കുടിച്ചിട്ടില്ലടി എന്ന് പറയുന്നു. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങളെ വിശ്വസിച്ച് പോയി ഞാനൊരു മണ്ടിയാണ്, എന്തായാലും എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയായിപ്പോയി, ഇനി ഞാൻ ഇത് അനുഭവിച്ചല്ലേ, നിങ്ങൾ ഇനിയെങ്കിലും നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു, ഇനിയില്ല, ഇനി നിങ്ങളുമായിട്ടുള്ള ഒരു ദിനം ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്.
നിങ്ങൾ കാരണം ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടി. എനിക്ക് പുതിയ പേരിട്ടിട്ടുണ്ട് നിങ്ങളുടെ അമ്മ, കുടിയൻ്റെ ഭാര്യ എന്നാണ് എനിക്ക് പേരിട്ടിട്ടുള്ളത് എന്നൊക്കെ പറയുന്നിട്ട് അങ്ങനെ രേവതി അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് സച്ചിയാണെങ്കിൽ വീണ്ടും ആ കാറിൻ്റെ ആ കൂട്ടുകാരന്മാരുടെ അരികിലേക്ക് ചെന്നിട്ട് അവരോട് സങ്കടം പറയുകയാണ്. ഞാൻ കുടിച്ചിട്ടില്ല, എന്നെ ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കും, നീ കുടിച്ചിട്ടില്ല, നീ പകൽ കുടിക്കാറില്ല എന്ന് ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ വീട്ടിൽ ആരും വിശ്വസിക്കുന്നില്ലടാ, ഞാനിനി എന്താ ചെയ്യുക, എനിക്ക് ഒന്നും അറിയില്ല, ആ കാറ് പോവുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടൊക്കെ നമ്മുടെ സച്ചി കൂട്ടുകാരന്മാരോട് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു എപ്പിസോഡാണ് നാളെ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.